ഹലോ, ഉണ്ണിമോംസ് മോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ 1 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. അത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് നല്ലപോലെ സോക്ക് ചെയ്യാൻ വെച്ച ശേഷം എടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെയിലത്ത് വെച്ചിട്ട് നമുക്കത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്ത് നല്ല പോലെ അരിച്ചിട്ട് ഈ ഒരു നൈസായിട്ടുള്ള പൊടിയായിട്ട് നമുക്ക് കിട്ടണം. ഇനി നമുക്ക് വേണ്ടത് രണ്ട് നാളികേരമാണ്. അത് നല്ലപോലെ ചിരകി പിഴിഞ്ഞ് അതിൻ്റെ പാൽ എടുക്കുക. അധികം വെള്ളം ചേർക്കാതെ വേണം പിഴിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 കിലോ അരിക്ക് ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അളവ് കറക്റ്റായിരിക്കണം. അപ്പം നമ്മൾ അരി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെ അളവും കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു നുള്ളു ഉപ്പ്. ഇനി നമുക്ക് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മളൊരു 350 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചിലർക്ക് നല്ല മധുരമുള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അത്ര മധുരമുള്ളത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രിഫറൻസിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, നമ്മൾ നല്ല പോലെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാളികേരപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം കൂടാനായിട്ട് പാടില്ല. നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ല നമുക്കിത് കിട്ടേണ്ടത്, ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നാളികേരപ്പാൽ പിഴിഞ്ഞ് എടുക്കുമ്പോൾ അതിലേക്ക് ഒത്തിരി വെള്ളം ചേർത്ത് കളയരുത്. കുറച്ച് വെള്ളത്തിൽ വേണം നമ്മളത് പിഴിഞ്ഞെടുക്കാൻ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു നാളികേരത്തിൻ്റെ പാല് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ് കേട്ടോ. നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഞാൻ പറയുന്ന 1 കിലോ പൊടിയുടെയാണ്, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എടുത്ത് വയ്ക്കുകയൊന്നും ചെയ്യരുത്, നമ്മൾ മിക്സ് ചെയ്ത വശം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമ്മളിതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വിറകടുപ്പിലാണ്, നമ്മൾ മുറ്റത്തെ വിറകടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നന്നായി തീ വെച്ചിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചൂടായ ചീനച്ചട്ടിയിലേക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ എപ്പോഴും കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മളെ പലഹാരങ്ങളൊക്കെ കുറച്ചുകൂടി ടേസ്റ്റ് ഓയിലിനെക്കാട്ടിയും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാൻ നോക്കുക. നമ്മൾ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നമ്മളെ അച്ചുണ്ടല്ലോ, അച്ചപ്പത്തിൻ്റെ അതിലേക്ക് കുറച്ച് നേരം മുക്കി വെക്കണം ചൂടാവാൻ. എന്നിട്ട് ചൂടായോ നോക്കിയിട്ട് നമ്മുടെ മാവിലേക്ക് ഇത് ഇങ്ങനെ ഡംപ് ചെയ്ത് കൊടുക്കുക. മുങ്ങുന്ന വരെ ഡംപ് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ടും മുങ്ങരുത്, ഒരു 1/4 ഭാഗം, കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം. കാരണം അത് മുഴുവനായി മുങ്ങിപ്പോയാൽ നമുക്ക് അച്ചിൽ നിന്ന് നമ്മുടെ അച്ചപ്പം വേറിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഒരു 1/4 ഭാഗം മുക്കിയത് ഇതുപോലെ മുക്കിയെടുത്ത് മറിച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചപ്പം ഇവിടെ റെഡിയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോസൊക്കെ കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.